ചില സമയത്ത് ഇവർക്ക് നമ്മൾ ആരും അടുത്ത് പോകണ്ട, ചില സമയത്ത് ഇവര് നമ്മളടുത്ത് വേണം, ചില സമയത്ത് ഇവര് നമ്മൾ എന്തു പറഞ്ഞാലും ഉടക്കും, ചില സമയത്ത് ഇവര് വളരെ സ്നേഹം. ഈ ഫ്ലക്ച്വേഷൻ മനസ്സിലായി വരുമ്പോഴേക്കും നമുക്ക് പ്രായമായി പോകും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രഷ്യസ് ആണ്. ഒരു മനുഷ്യന്റെ കല്യാണം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള പ്രൈസ്ലെസ് മൊമെന്റ്സ് അരങ്ങേറുന്ന ദിവസമാണ്. അത് അത്തരം ഡിസർവ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രമേ അത് ഷെയർ ചെയ്യാവൂന്നാണ് ഞാൻ അതിനെ അങ്ങനെ മനസ്സിലാക്കും. ഇപ്പൊ എൻ്റെ അമ്മയാണെങ്കിലും അമ്മയോട് ആരോ ചോദിച്ചു എങ്ങനെയുണ്ട് ജോസഫിന് കിട്ടിയ പെൺകുട്ടി, മാച്ചാണോ ജോസഫിന്? അതെനിക്കറിയാം, എനിക്ക് നല്ല മാച്ചാണെന്ന് അമ്മ പറഞ്ഞത്. ഫാമിലിക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നവർ വളരെ കുറവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചാവറ മാട്രിമോണി വഴി കല്യാണം കഴിച്ചവരാണ്. ഞാൻ വളരെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. നമ്മളൊരാൾ പ്രണയിച്ച് കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ കോർ ബിലീഫായിരുന്നു. മാട്രിമോണിയോടൊക്കെ ഒരു എതിർപ്പും എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. എന്തൊന്നും ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് ആ വഴിയിൽ പോയി കാര്യങ്ങളൊന്നും നമുക്കത് അതായിരുന്നില്ല എൻ്റെ വിധി. ഒരു കൂട്ട് വേണമെന്ന് തോന്നി. കാരണം ഞാനും അപ്പനും അമ്മയും ഒരുമിച്ചാണ്, 10-15 കൊല്ലമായിട്ട് ഒറ്റയ്ക്കാണ്. അവർക്ക് പ്രായമാവുന്നു, അവർക്കൊരു കൺസേൺ ഉണ്ട്. അവർ വീട്ടിലില്ലാത്തൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര എംപ്റ്റിനെസ് തോന്നി. അമ്മയുടെ റൂമിൽ കയറുമ്പോൾ അമ്മയുടെ സാരി, അമ്മയുടെ റൂമിൻ്റെ മണം, അപ്പച്ചൻ്റെ അകത്ത് അമൃതാഞ്ചൻ്റെ മണം, ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചേട്ടനാണ് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത്. ചാവറയിലാണ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 5-6 മാസം കുറേ കുട്ടികളെ കണ്ടു എന്ന് വെച്ചാൽ ഇത് ഓൺലൈനിൽ കണ്ടു. ആരെയും നേരിട്ട് അങ്ങനെ പെണ്ണ് കാണാനായിട്ട് പോയിട്ടില്ല. ആകെ പോയത് ഈ നൈജിയെ കാണാനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ചാവറ മാട്രിമോണി എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നതും പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കുടുംബ ബന്ധങ്ങൾ. നല്ല കുടുംബങ്ങൾ തമ്മിൽ ചേരണം. നല്ല കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഈ സമൂഹത്തിന് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു കുമ്പസാര കൂട്ടാണ് എനിക്ക് ഇതുവരെ. എനിക്ക് എന്തും പറയാം, എൻ്റെ കൺഫ്യൂഷൻസ് പറയാം, എൻ്റെ സ്ട്രഗിൾസ് പറയാം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലം ഉണ്ടത് ഓർക്കണം എന്നാണ് കവി എഴുതിയിരിക്കുന്നത്. നമ്മുടെ മിയ ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത. അപ്പൊ മിയയുടെ കല്യാണം നടക്കുന്നത് കോവിഡ് ടൈമിലാണ്. അപ്പൊ ചാവറ മാട്രിമോണി രജിസ്റ്റർ ചെയ്യാൻ മിയോട് ഞാനാ പറഞ്ഞു. മിയയുടെ മദറും കൂടെ ഒരു ദിവസം ഉള്ളപ്പോൾ അപ്പൊ മിയക്ക് ഡൗട്ടാണ്, എന്റെ കല്യാണം എങ്ങനെ ചാവറ മാട്രിമോണി വഴി നടക്കുന്ന ഡൗട്ടായിരുന്നു. എന്റെയൊക്കെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിന്തകളാണ്. എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ വേണം എന്ന് പറയുന്ന ഒരു നല്ല ചിന്തയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ദൈവം യോജിപ്പിച്ചതൊന്നും മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ.